വെബ് ഹോസ്റ്റിംഗ് സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ച കണ്ടന്റുകളുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കണ്ടന്റുകളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് വെബ് ഹോസ്റ്റിംഗ്? എന്താണ് വെബ് ഹോസ്റ്റിംഗ്? വെബ് ഹോസ്റ്റിംഗ് is the service of providing storage space in a web server to store files related to a website. ഒരു വെബ്സൈറ്റ് നമ്മൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആവണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ മുഴുവൻ സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് വെബ് സെർവറിൽ കിട്ടണം. അങ്ങനെ സ്റ്റോർ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് വെബ് ഹോസ്റ്റിംഗ്. ആ സർവീസിനെ വിളിക്കുന്ന പേരാണ് വെബ് ഹോസ്റ്റിംഗ്. ഈ സർവീസ് ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് വെബ് ഹോസ്റ്റ്. ബോൾഡായിട്ട് കൺസെപ്റ്റ് വെബ് ഹോസ്റ്റ്. ദ കമ്പനീസ് ദാറ്റ് ഓഫേഴ്സ് വെബ് ഹോസ്റ്റിംഗ് സർവീസസ് ആർ കോൾഡ് വെബ് ഹോസ്റ്റ്. വെബ് സെർവേഴ്സ് ആർ പ്ലേസ്ഡ് ഇൻ ഡാറ്റാ സെൻറ്റേഴ്സ്. വെബ് സെർവറുകൾ എവിടെയെങ്കിലും കൊണ്ടിട്ടല്ല പ്ലേസ് ചെയ്യുക, അതിനായിട്ട് പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് ഡാറ്റാ സെൻറ്റേഴ്സ്. അവിടുത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, അതുപോലെ തന്നെ പവർ ബാക്കപ്പ് ഒക്കെ ഉള്ള ഒരു ഫീച്ചേഴ്സൊക്കെ ഉള്ള സ്ഥലമാണ് ഡാറ്റാ സെൻറ്റർ. അവിടെയാണ് വെബ് സെർവറുകൾ സാധാരണ കൊണ്ടുവയ്ക്കുന്നത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ ചൂസിങ് എ വെബ് സെർവർ? പലതരത്തിലുള്ള വെബ് സെർവറുകളുണ്ട്. അതിൽ നമ്മൾ ഒരു വെബ് സെർവർ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? Factors to be considered while choosing a web server. ഒന്ന്, amount of storage space required to store our files. നമ്മുടെ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട ഫയലുകൾ സ്റ്റോർ ചെയ്യാൻ എത്രമാത്രം സ്റ്റോറേജ് സ്പേസ് നമുക്ക് വേണം. ചിലപ്പം നമുക്ക് ഏതാണ്ട് MB മതിയാവും, ചിലപ്പം കുറച്ച് GBs വേണ്ടി വരും. ഇപ്പോൾ എത്രയും മെമ്മറിയാണോ വേണ്ടത് അത് കൺസിഡർ ചെയ്യണം. നമ്പർ ഓഫ് വിസിറ്റേഴ്സ് എക്സ്പെക്റ്റഡ് ടു വിസിറ്റ് ദ വെബ്സൈറ്റ്. നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ എത്ര ആളുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയ സ്കൂളിൻ്റെ വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ സ്കൂളിലെ പാരൻസും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റുഡൻസും ഉണ്ടാവുള്ളൂ. അത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതേസമയം ചില ഇപ്പോൾ സർക്കാർ വെബ്സൈറ്റുകളും മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും വേണ്ട റിസൾട്ടിൻ്റെ വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരേ സമയത്ത് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള വിസിറ്റേഴ്സിൻ്റെ എണ്ണം നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ ഈ വെബ് ഡെവലപ്മെൻറ്റിന് ഉപയോഗിച്ച പ്രോഗ്രാമുകൾ, ചില പ്രോഗ്രാമുകളിൽ വിൻഡോസ് എൻവയോൺമെൻറ്റിൽ മാത്രമേ റൺ ചെയ്യുള്ളൂ, ചിലതിൽ ലിനക്സിൽ മാത്രമേ റൺ ചെയ്യുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വിൻഡോസ് ഹോസ്റ്റിംഗ് ആണോ വേണ്ടത് അതോ ലിനക്സ് ബേസ്ഡ് ഹോസ്റ്റിംഗ് ആണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. പ്രോഗ്രാംസ് യൂസ്ഡ് ഇൻ വെബ് പേജ് മേ റിക്വയർ വിൻഡോസ് ഹോസ്റ്റിംഗ് ഓർ ലിനക്സ് ഹോസ്റ്റിംഗ്. ഡിപ്പെൻഡിങ് ഓൺ പ്രോഗ്രാം വി ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ ലിനക്സ് ഓർ വിൻഡോസ് ബേസ്ഡ് സർവേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഡാറ്റാബേസ്, ഇമെയിൽ തുടങ്ങിയ സപ്പോർട്ടുകളൊക്കെ ചിലപ്പോൾ ചില വെബ് സെർവറുകളിൽ ആവശ്യമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്ന വെബ് സെർവർ. നമുക്ക് അത്തരം ഫീച്ചേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ, ഡാറ്റാബേസ് ആവശ്യമുണ്ടെങ്കിൽ, ഇമെയിൽ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അത്തരം സർവീസ് ഓഫർ ചെയ്യുന്ന വെബ് സെർവർ ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ 4 പോയിന്റ്സ് ആണ് ഒരു വെബ് സെർവർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ലിസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. പല തരത്തിലുള്ള വെബ് ഹോസ്റ്റിംഗിലുണ്ട്, അതിനെക്കുറിച്ചാണ് ഈ ചോദ്യം. ദർ ആർ 3 ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ അതിൻ്റെ പേരുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, ദെൻ വിർച്വൽ പ്രൈവറ്റ് സെർവർ അഥവാ VPS. ഇതെന്നെ ഫുൾ ഫോമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദെൻ എക്സ്പ്ലെയിൻ ദ 3 ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. ഇനി ആ 3 തരത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. ഷെയർഡ് ഹോസ്റ്റിംഗ്, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടെ ഷെയർഡ് ആണ്. ഒരു സിംഗിൾ വെബ് സെർവറിൽ തന്നെ ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടറിനുള്ള CPU, RAM, സ്റ്റോറേജ് ഇതൊക്കെ എല്ലാവരും കൂടി ഷെയർ ചെയ്യണം. അതിൻ്റെ ഒരു ഫീച്ചർ വെച്ചാൽ ദേ ആർ വെരി ചീപ്പർ ആൻഡ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ വെബ്സൈറ്റ്സ്. ചെറിയ വെബ്സൈറ്റുകൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആണിത്. ഹൈ ട്രാഫിക് ഇൻ എനി വെബ്സൈറ്റ് ഇൻ ദ വെബ് സെർവർ മേ സ്ലോ ഡൗൺ അതർ വെബ്സൈറ്റ്സ്. ഏതെങ്കിലും ഇപ്പോൾ ഒരു 10 വെബ്സൈറ്റുള്ളൊരു സെർവറാണ്, അതിലേതെങ്കിലും ഒരു വെബ്സൈറ്റിന് ഇത്തിരി ട്രാഫിക് കൂടുതലാണെങ്കിൽ ബാക്കിയുള്ളതിനെ ഓട്ടോമാറ്റിക്കലി അത് അഫക്റ്റ് ചെയ്യും. ദെൻ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. ഇൻ ദിസ് വെബ്സൈറ്റ് ക്ലയൻറ്റ് ലീസസ് എൻറ്റയർ വെബ് സെർവർ. ഒരു വെബ് സെർവർ മുഴുവനായിട്ട് അങ്ങ് ലീസ് ചെയ്യണം. ആൻഡ് ഇറ്റ്സ് റിസോഴ്സസ്, അതിൻ്റെ മുഴുവൻ റിസോഴ്സസും. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ലാർജ് ഓർഗനൈസേഷൻ, ഗവൺമെൻറ് വെബ്സൈറ്റ്സ് എക്സെട്ര. വലിയ ഓർഗനൈസേഷൻസ് അതുപോലെ ഗവൺമെൻറ് വെബ്സൈറ്റ് ഇവർക്കൊക്കെയാണ് ഏറ്റവും ഉപകാരപ്രദമായിട്ടുണ്ടാവുക. അത് വളരെ എക്സ്പെൻസീവാണ്, അത് ആർ വെരി എക്സ്പെൻസീവ്. വിർച്വൽ പ്രൈവറ്റ് സെർവർ, അതൊരു പ്രത്യേകതരം കൺസെപ്റ്റാണ്. ഒരു സിംഗിൾ ഫിസിക്കൽ സെർവർ ഉണ്ടാവുക, ആ ഫിസിക്കൽ സെർവറിനെ വിർച്വലി പല സെർവേഴ്സായിട്ട് മാറ്റുക യൂസിങ് വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ. A single physical server is virtually partitioned into several server using virtualization software. പല സെർവറുകളായിട്ടാണ് ചേഞ്ച് ചെയ്യണം. ഈച്ച് വിർച്വൽ സെർവർ വർക്ക്സ് ആസ് എ ഫുള്ളി ഇൻഡിപെൻഡൻറ്റ് വെബ് സെർവർ. ഓരോന്നും ഒരു ഡെഡിക്കേറ്റഡ് സെർവർ പോലെ വർക്ക് ചെയ്യും.
അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് ഓൾമോസ്റ്റ് ദ സെയിം സർവീസ് ഓഫ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് അറ്റ് എ ചീപ്പർ പ്രൈസ്. കുറഞ്ഞ പ്രൈസിൽ ഒരു ഡെഡിക്കേറ്റഡ് സെർവറിൻ്റെ ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുന്ന ഒന്നാണ് വിർച്വൽ പ്രൈവറ്റ് സെർവർ. എക്സ്പ്ലെയിൻ ദ ഫുൾ ഫോം ഓഫ് VPS, വിർച്വൽ പ്രൈവറ്റ് സെർവർ. ലിസ്റ്റ് വേരിയസ് വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ യൂസ്ഡ് ഇൻ VPS. തൊട്ട് മുമ്പ് പറഞ്ഞു VPSൽ ഒരു സിംഗിൾ സെർവറിനെ വിർച്വലൈസേഷൻ ടെക്നിക്കിലൂടെ പല സെർവറായിട്ട് മാറ്റുകയാണെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിൻ്റെ പേരുകളാണ് ചോദിച്ചിരിക്കുന്നത്. ലിസ്റ്റ് വേരിയസ് വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർസ്. VMware ഒരു സോഫ്റ്റ്വെയർ ആണ്. വിർച്വൽ ബോക്സ്, ദെൻ ഫ്രീ VPS, ദെൻ യൂസർ മോഡ് ലിനക്സ്. സിമിലർലി മൈക്രോസോഫ്റ്റ് Hyper-V വിർച്വലൈസേഷൻ്റെ V ആണ് Hyper-V. Then what are the advantages of VPS over shared hosting? VPS ഉപയോഗിക്കുമ്പോൾ ഷെയർഡ് ഹോസ്റ്റിങ്ങിനെ അപേക്ഷിച്ച് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് നോക്കാം. VPSൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ദ യൂസർ ഈസ് ഏബിൾ ടു കോൺഫിഗർ ദ വെബ് സെർവർ ആൻഡ് ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് അക്കോർഡിംഗ് ടു ഹിസ് റിക്വയർമെൻറ്റ്. ഓരോ യൂസർക്കും അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് സെർവറിനെ കോൺഫിഗർ ചെയ്യാനും ആവശ്യമായ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. പക്ഷേ ഷെയർഡ് ഹോസ്റ്റിങ്ങിൽ അങ്ങനെയല്ല. ഒരു സിംഗിൾ സെർവറാണ്, അതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ടാവും, അത് നമ്മൾ ഉപയോഗിക്കുക എന്നല്ലാതെ നമുക്ക് സ്വന്തമായിട്ടൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒന്നും കിട്ടില്ല. ദെൻ ദ യൂസർ ഈസ് ഏബിൾ ടു റിസ്റ്റാർട്ട് ദ വെബ് സെർവർ വിത്തൗട്ട് എഫക്റ്റിംഗ് അതർ വെബ്സൈറ്റ്സ്. നമ്മുടെ വെബ്സൈറ്റ് മാത്രം വേണമെങ്കിൽ, വെബ് സെർവർ മാത്രം വേണമെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, മറ്റുള്ള വെബ്സൈറ്റുകളെ എഫക്റ്റ് ചെയ്യാതെ. അതുപോലുള്ള സെർവർ റീസ്റ്റാർട്ടിംഗ് ഒന്നും ഷെയർഡ് ഹോസ്റ്റിങ്ങിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സെർവർ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എല്ലാ വെബ്സൈറ്റുകളും അപ്പോൾ ആ സമയത്ത് കിട്ടാണ്ട് വരും. ദ എക്സ്ട്രാ ട്രാഫിക് ഇൻ വൺ വെബ്സൈറ്റ് ഡസ് നോട്ട് എഫക്റ്റ് അതേഴ്സ്. ഒരു വെബ്സൈറ്റിൽ കുറച്ച് ട്രാഫിക് ഉണ്ടെന്ന് വെച്ചിട്ട് മറ്റുള്ളതിനെ അത് എഫക്റ്റ് ചെയ്യില്ല. അതൊക്കെ ഷെയർഡ് ഹോസ്റ്റിങ്ങുകളുടെ ബുദ്ധിമുട്ടുകളാണ്. VPS പ്രൊവൈഡ്സ് ഓൾമോസ്റ്റ് ദ സെയിം സർവീസ് ഓഫ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് അറ്റ് എ ചീപ്പർ പ്രൈസ്. കുറഞ്ഞ പ്രൈസിൽ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിൻ്റെ അതേ ഒരു ഫീച്ചർ നമുക്കിവിടെ കിട്ടുകയാണ്. കമ്പയർ ഷെയർഡ് ഹോസ്റ്റിംഗ് ആൻഡ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. ഷെയർഡും ഡെഡിക്കേറ്റഡും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഷെയർഡ് ഹോസ്റ്റിംഗിൽ മെനി വെബ്സൈറ്റ്സ് ഇൻ എ സിംഗിൾ സെർവർ, ബട്ട് ഇൻ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ഓൺലി വൺ വെബ്സൈറ്റ് ഇൻ എ സെർവർ. ഷെയർഡ് ഹോസ്റ്റിംഗ് ഇറ്റ് ഈസ് ഈസി ആൻഡ് ചീപ്പർ ടു യൂസ്. ഉപയോഗിക്കാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ ചീപ്പറാണ്. ദെൻ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് യൂസർ ഹാസ് ടു കോൺഫിഗർ വെബ് സെർവർ അറ്റ് ഹിസ് ഓൺ ആൻഡ് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. അത് വളരെ എക്സ്പെൻസീവുമാണ്. ദെൻ ഷെയർഡ് ഹോസ്റ്റിംഗിൽ ബാൻഡ് വിഡ്ത്ത് ഈസ് ഷെയർഡ് ബിറ്റ്വീൻ വെബ്സൈറ്റ്സ്. ഇവിടെ ബാൻഡ് വിഡ്ത്ത് ഈസ് എക്സ്ക്ലൂസീവ്ലി അവൈലബിൾ ഫോർ സിംഗിൾ വെബ്സൈറ്റ്. ബാൻഡ് വിഡ്ത്ത് മീൻസ് എമൗണ്ട് ഓഫ് ഡാറ്റ ട്രാഫിക്. ആ ഡാറ്റ ട്രാഫിക്കിൻ്റെ ഫെസിലിറ്റീസ് മൊത്തം ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, എല്ലാവരും കൂടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് അതിനൊരു സ്പീഡിൻ്റെ ഒരു ലിമിറ്റാണ്. അപ്പോൾ ആ ലിമിറ്റ് എക്സീഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പോൾ പല വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ട്രാഫിക് കൂടിക്കഴിഞ്ഞാൽ മറ്റുള്ളതിനെ എഫക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. ദ ബാൻഡ് വിഡ്ത്ത് ഈസ് എക്സ്ക്ലൂസീവ്ലി അവൈലബിൾ ഫോർ ദ സിംഗിൾ വെബ്സൈറ്റ്. വാട്ട് ഈസ് ഫ്രീ ഹോസ്റ്റിംഗ്? ലിസ്റ്റ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഫ്രീ ഹോസ്റ്റിംഗ്. ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവില്ലാതെ, ഫ്രീ ഹോസ്റ്റിംഗ് പ്രൊവൈഡ്സ് ഹോസ്റ്റിംഗ് സ്പേസ് അറ്റ് നോ കോസ്റ്റ്. ചിലവില്ലാതെ നമുക്ക് ഹോസ്റ്റിംഗ് സ്പേസ് കിട്ടുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസ് പ്രൊവൈഡർ മേ ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ വെബ്സൈറ്റ്. നമുക്ക് അവർ തരുന്ന സ്പേസിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യും, അവർക്കൊരു ഇൻകം വേണമല്ലോ അതിന്. സം ഫ്രീ ഹോസ്റ്റിംഗ് സർവീസസ് providers may restrict the size and type of files being uploaded into the server. ചിലതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫയൽസിൻ്റെ സൈസ് അതുപോലെ ടൈപ്പും ഒക്കെ ലിമിറ്റ് ചെയ്യും. ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും, അല്ലെങ്കിൽ ഇമേജസ് പറ്റില്ല എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള ലിമിറ്റേഷൻ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും. Some others may only allows us to use templates. Templates means pre-formatted designs. അവർ നേരത്തെ ഒരു ഡിസൈൻ തയ്യാറാക്കിയിട്ടുണ്ടാവും. ആ ഡിസൈനിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഹെഡിങ്ങിൻ്റെ സ്ഥലത്ത് നമ്മൾ ഹെഡിങ് കൊടുക്കാം എന്നല്ലാതെ ആ ഹെഡിങ്ങിനെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ മാറ്റാനുള്ള സംവിധാനമൊന്നും ഉണ്ടാവില്ല. ദെൻ സം കമ്പനീസ് യൂഷ്വലി പ്രൊവൈഡ് സബ്ഡൊമൈനാണ് തരാം. അതാണ് സബ്ഡൊമൈൻ. oursite.examples.com. examples.com ആണ് ഈ ഫ്രീ സർവീസ് തരുന്ന വെബ്സൈറ്റ് എങ്കിൽ നമുക്ക് കിട്ടുന്ന സൈറ്റ് അഡ്രസ്സ് ഇങ്ങനെയായിരിക്കും, oursite.examples.com. അല്ലെങ്കിൽ ഒരു ഡയറക്ടറി സർവീസ് ആയിട്ട് തരും, അതായത് examples.com/oursite. എന്തായിരുന്നാലും ശരി അവരുടെ ഡൊമൈൻ നെയിം അതിനകത്തുണ്ടാവും. ടു ആക്സസ് ദ ഫ്രീ വെബ്സൈറ്റ്. ഇനി രണ്ട് വെബ്സൈറ്റുകളുടെ പേരാണ് പറയുന്നത്. sites.google.com, സിമിലർലി yola.com. അത് ഫ്രീ ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് കമ്പനീസാണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ? ലിസ്റ്റ് വേരിയസ് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർസ്. FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർസ് ആർ യൂസ് ടു ട്രാൻസ്ഫർ ഫയൽസ് ബിറ്റ്വീൻ വെബ് സെർവർ ആൻഡ് ഡെവലപ്പേഴ്സ് കമ്പ്യൂട്ടർ. നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ചിലപ്പോൾ നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ആയിരിക്കും. അതിനെ വെബ് സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് FTP. FTP സ്റ്റാൻഡ്സ് ഫോർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ.
FTP client software requires a username and password to login. Login ചെയ്യാൻ ഒരു യൂസർ നെയിം വേണ്ടി വരും, ഒരു പാസ്വേഡ് വേണ്ടി വരും. FTP sends user information in plain text. അത് സാധാരണ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് FTP സെൻഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂസറിന് ഐഡിയും പാസ്വേഡൊക്കെ ഹാക്കർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം ഇതിൻ്റെ സ്ഥാനത്ത് SFTP അല്ലെങ്കിൽ SSH/FTP. SSH സ്റ്റാൻഡ്സ് ഫോർ സെക്യൂർഡ് ഷെൽ. ഇതിന് മുമ്പുള്ള വെബ് ടെക്നോളജി എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് SSH. സെൻസ് ഡീറ്റെയിൽസ് ഇൻ എൻക്രിപ്റ്റഡ് മോഡ്. അവിടെ എൻക്രിപ്റ്റഡ് മോഡിലാണ് സെൻഡ് ചെയ്യുക. അപ്പോൾ അതിനിടയ്ക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഹാക്കേഴ്സ് ഉണ്ടെങ്കിലും അവർക്കത് പിടിച്ചെടുത്താലും അവർക്ക് യൂസർ ഐഡിയും പാസ്വേഡും മനസ്സിലാക്കാൻ പറ്റില്ല. സോ ദാറ്റ് മേക്സ് ഇറ്റ് മോർ സെക്യൂർ. പോപ്പുലർ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ് നോക്കാം. പ്രധാനപ്പെട്ട ക്ലയൻറ്റ് സോഫ്റ്റ്വെയർസിൻ്റെ പേരുകൾ: ഫയൽസില്ല, Qt FTP, സ്മാർട്ട് FTP. ഫയൽസില്ല, Qt FTP, സ്മാർട്ട് FTP. Then write the expansion of FTP and SFTP. FTPയുടെയും SFTPയുടെയും എക്സ്പാൻഷനാണ് ചോദിക്കുന്നത്. FTP സ്റ്റാൻഡ്സ് ഫോർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. SFTP സെക്വയർ ഷെൽ FTP അല്ലെങ്കിൽ SSH/FTP. രണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല. FTPയുടെ ഫുൾ ഫോം മുകളിലുള്ളതുകൊണ്ടാണ് വീണ്ടും പറയാത്തത്. FTP സ്റ്റാൻഡ്സ് ഫോർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. Jamie has developed a website for her school. What are the steps she should take to get her website available on the internet? ഇൻ്റർനെറ്റിലൊരു വെബ്സൈറ്റ് അവൈലബിൾ ആവണമെങ്കിൽ എന്തെല്ലാം സ്റ്റെപ്സിലൂടെ കടന്നു പോകണം. ഒന്ന്, ചൂസ് എ വെബ് സെർവർ ടൈപ്പ് പാക്കേജ്. നമുക്ക് ആവശ്യമുള്ള ഒരു വെബ് സെർവർ പാക്കേജ് തിരഞ്ഞെടുക്കുക. നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് ഒരു വെബ് സെർവർ പാക്കേജ് തിരഞ്ഞെടുക്കുക. ദെൻ ബൈയിങ് ദ ഹോസ്റ്റിംഗ് സ്പേസ്. ആ ഹോസ്റ്റിംഗ് സ്പേസ് പർച്ചേസ് ചെയ്യുക. ദെൻ ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ ആൻഡ് സെറ്റിംഗ് അപ്പ് എയർ അക്കൗണ്ട്. അതിന് ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു ഡൊമൈൻ നെയിം നിർബന്ധമാണ്. അപ്പോൾ ആ ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്യുക. അതിനെ നമ്മുടെ വെബ് സെർവറുമായിട്ട് ബന്ധിപ്പിക്കുക. അതിനാണ് സെറ്റിംഗ് അപ്പ് എയർ അക്കൗണ്ട് എന്ന് പറയാം. ട്രാൻസ്ഫർ ഫയൽസ് യൂസിങ് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ. എന്നിട്ട് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മുഴുവൻ ഫയലുകളും വെബ് സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഈ 4 സ്റ്റെപ്പിലൂടെയാണ് ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത്. റൈറ്റ് ദ നെസസറി സ്റ്റെപ്സ് ടു ബൈ എ ഡൊമൈൻ നെയിം ഫോർ എ വെബ്സൈറ്റ്. ഒരു ഡൊമൈൻ നെയിം വാങ്ങിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് വാങ്ങിക്കേണ്ടത് എന്ന് നോക്കാം. ഫസ്റ്റ്ലി ചെക്ക് വെദർ ദ ഡൊമൈൻ നെയിം ഈസ് അവൈലബിൾ ടു യൂസ് ഇൻ ദ വെബ്സൈറ്റ് www.whois.net. നമ്മൾ ഉദ്ദേശിക്കുന്ന ഡൊമൈൻ നെയിം ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണോ എന്ന് നോക്കുക. ഇത് അവൈലബിൾ ആണോ നോക്കുക. ഇറ്റ് ചെക്സ് ദ ഡാറ്റാബേസ് ഓഫ് ICANN, ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഓഫ് അസൈൻ നെയിംസ് ആൻഡ് നമ്പേഴ്സ്. അതൊരു ഓർഗനൈസേഷനാണ്. ഇത്തരം ഡൊമൈൻ നെയിമുകളെ ട്രാക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അവരുടെ ആ വെബ്സൈറ്റിൽ നോക്കി, അവരുടെ ഡാറ്റാബേസിൽ നോക്കിയിട്ട് ഈ ഡൊമൈൻ നെയിം മുമ്പ് ആരെങ്കിലും യൂസ് ചെയ്യുന്നതാണോ എന്ന് പരിശോധിക്കും. എന്നിട്ട് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അവൈലബിൾ ആണെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ഗീവ് അതർ ഡീറ്റെയിൽസ് ഫോർ രജിസ്ട്രേഷൻ ആൻഡ് മേക്കിംഗ് പേയ്മെൻറ്റ് ഓഫ് ദ ആനുവൽ ചാർജസ്. നമുക്ക് മറ്റു ഡീറ്റെയിൽസ്, പേരും അഡ്രസ്സും ഒക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ആനുവൽ ചാർജസ് എന്താ വെച്ചാൽ അത് പേ ചെയ്യേണ്ടി വരും. അത് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ രജിസ്റ്ററിങ് ഡൊമൈൻ സെറ്റിംഗ് ഓഫ് എയർ അക്കൗണ്ട് മസ്റ്റ് ബി ഡൺ. ഡൊമൈൻ നെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എയർ അക്കൗണ്ട് സെറ്റ് ചെയ്യണമെന്നുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഈ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടാം. whois.net. ഇവിടെ നമുക്ക് വേണ്ട വെബ്സൈറ്റ് നമുക്ക് കൊടുത്തു നോക്കാം. നമുക്ക് എന്ത് ഡൊമൈൻ നെയിമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതോടെ കൊടുത്തു നോക്കാം, അവൈലബിൾ ആണോ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ hssexams.org എന്നാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ hssexams.org ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുക. ഇപ്പോൾ കണ്ടല്ലോ, HSS.org ഈസ് അവൈലബിൾ. അത് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ കാണിക്കുന്നുണ്ട്. ബൈ ദിസ് ഡൊമൈൻ $13.99. അതിൻ്റെ റേറ്റാണ് പറയുന്നത്. ഇനി അതിന് പകരം ഇങ്ങനെയുള്ള വെബ്സൈറ്റിൽ എടുക്കുകയാണെങ്കിൽ അതിനൊക്കെയുള്ള റേറ്റിലെ വ്യത്യാസങ്ങളാണ് ഇപ്പുറത്ത് കാണിക്കുന്നത്. ഇനി നമുക്കിത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ഡൊമൈൻ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ബൈ ദിസ് ഡൊമൈൻ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. റൈറ്റ്, hssexams.org അതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ ടാക്സും എല്ലാം ഉൾപ്പെടെ ICANN ഫീ ഒക്കെ ഉൾപ്പെടെ $14.17 ആവുന്നുണ്ട്. ഇനി സെക്യൂർ ചെക്കൗട്ട്. അപ്പോൾ പോകാൻ പറ്റുന്നിടത്തുള്ള സ്റ്റെപ്പ് കാണിക്കാം. മുഴുവനായിട്ട് ഇപ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് അതിന് മുന്നോട്ട് പോകുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കൊടുക്കണം. നമ്മുടെ പേര്, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ്, യൂസർ നെയിം, പാസ്വേഡ്, ഇതെല്ലാം കൊടുത്തിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്പ് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇനി നമുക്ക് ഇതിന് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നില്ല. ഇതാണ് ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ചോദ്യത്തിനകത്ത് പറഞ്ഞ ബേസിക് ഡീറ്റെയിൽസ് കണ്ടോ. രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട്, ഡീറ്റെയിൽസ് ഓഫ് രജിസ്ട്രേഷൻ കൊടുത്തിട്ട് പിന്നെ പേയ്മെൻറ്റ് ചെയ്യണമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. വാട്ട് ഈസ് എയർ അക്കൗണ്ട് എക്സ്പ്ലെയിൻ.
A record stands for address record. A record is used to store IP address of a web server in connection with a domain name. ഒരു ഡൊമൈൻ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെബ് സെർവറിൻ്റെ IP അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതിനാണ് എ റെക്കോർഡ് എന്ന് പറയുക. അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രമേ ഡൊമൈൻ നെയിമിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് സിസ്റ്റത്തിന് എടുക്കാൻ പറ്റുള്ളൂ. വാട്ട് ഡു യു മീൻ ബൈ റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്താണെന്ന് നോക്കാം. റെസ്പോൺസീവ് വെബ് ഡിസൈൻ ഈസ് ദ ആക്ട് ഓഫ് ഡെവലപ്പിംഗ് വെബ് പേജസ് സ്യൂട്ടബിൾ ഫോർ ഓൾ സൈസ്ഡ് ഡിസ്പ്ലേ ഡിവൈസസ്. ഇപ്പോൾ ഇന്ന് ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ പലതരത്തിലുള്ള ഡിസ്പ്ലേ ഡിവൈസുകൾ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കും, ടാബ്ലറ്റുകളിൽ ഉപയോഗിക്കും, ഡെസ്ക്ടോപ്പുകളിൽ ഉപയോഗിക്കും, PC ലാപ്ടോപ്പുകളിൽ ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോന്നിനും ഡിസ്പ്ലേ സൈസുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ എല്ലാ ഏതൊരു തരം ഡിസ്പ്ലേ സൈസ് ആണെങ്കിലും അതിലെല്ലാം കൃത്യമായി കണ്ടൻറ്റുകൾ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഓട്ടോമാറ്റിക്കലി അലൈൻ ചെയ്ത് വരുന്നതിനെയാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയാം. അതിന് 3 ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഫ്ലെക്സിബിൾ ഗ്രിഡ് ലേഔട്ട്, 2 ഫ്ലെക്സിബിൾ ഇമേജ്, 3 മീഡിയ ക്വറീസ്. ഈ 3 ടെക്നിക്കാണ് ഇതിനകത്ത് ഈ റെസ്പോൺസീവ് വെബ് ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതെല്ലാം CSSൻ്റെ ചില ഭാഗങ്ങളാണ്. CSS നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാസ്കേഡിങ്, സ്റ്റൈൽ ഷീറ്റ്. ഫ്ലെക്സിബിൾ ഗ്രിഡ് ലേഔട്ട് എന്ന് എന്താ നോക്കാം. ഫ്ലെക്സിബിൾ ഗ്രിഡ് ലേഔട്ട് അലോസ് us to adjust content to fit into the display size. നമ്മുടെ ഡിസ്പ്ലേ സൈസിനനുസരിച്ചിട്ട് കണ്ടൻറ്റ് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട്, അതിനുള്ളിലേക്ക് ഒതുങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഫ്ലെക്സിബിൾ ഗ്രിഡ് ലേഔട്ട്. ഫ്ലെക്സിബിൾ ഇമേജസ് അലോസ് us to set image or video size according to size of display. ഡിസ്പ്ലേ സൈസിനനുസരിച്ചിട്ട് ഇമേജ് അതുപോലെ വീഡിയോ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി റീസൈസ് ചെയ്ത് വരുന്നതിനുള്ള ഫെസിലിറ്റിയാണ് ഫ്ലെക്സിബിൾ ഇമേജിലുള്ളത്. ദെൻ മീഡിയ ക്വറി അലോസ് us to define different styles for individual device. ഓരോ ഡിവൈസിനും വേറെ വേറെ സ്റ്റൈൽസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പല ഡിവൈസിനനുസരിച്ചുള്ള പല സ്റ്റൈലുകൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള മീഡിയ ക്വറിയൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ചെറിയ വെബ് പേജ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ്. ഒരു ക്ലിക്ക് ഹിയർ ടു സി എക്സാമ്പിൾ. ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളെ കാണിക്കാം. ഇതൊരു വെബ്സൈറ്റാണ്. ഞാൻ വേറൊരു ഇതിന് എടുത്തിട്ടുള്ളതാണ്, W3 Schools നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഈ വെബ്സൈറ്റ് കാണാം, കണ്ടല്ലോ. അപ്പോൾ ഇത് എങ്ങനെ പ്രസൻറ്റ് ചെയ്ത് ഡെസ്ക്ടോപ്പ് സ്ക്രീൻ, ലാപ്ടോപ്പ് സ്ക്രീനാണ്, കുറച്ച് വലിയ സ്ക്രീനാണ്. അപ്പോൾ ഇതെങ്ങനെ വരുന്നത് നോക്കാം. ഞാൻ ഇനി ഇതിൻ്റെ സ്ക്രീൻ ഒന്ന് ചെറുതാക്കാൻ പോവാണ്. ചെറുതാക്കുമ്പോൾ എന്താണ് ലേഔട്ടിൽ വന്ന വ്യത്യാസം നോക്കാം. ആ റൈറ്റ് സൈഡിലേക്ക് പോയ സാധനങ്ങളൊക്കെ ഇപ്പോൾ എന്ത് ചെയ്തു, താഴത്തേക്ക് വന്നു. ലേഔട്ട് ഓട്ടോമാറ്റിക്കലി മാറി. കണ്ടൻറ്റ് എവിടെയും നഷ്ടപ്പെടുത്താതെ നമുക്ക് ആ കണ്ടൻറ്റിന് ലേഔട്ട് മൊത്തത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ലേഔട്ട് അല്ല ഇപ്പോൾ. ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് വന്നിരുന്ന സാധനങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതായപ്പോൾ താഴത്തേക്കാണ് വന്നത്. അപ്പോൾ ഇത് ഒരു ഏകദേശം ഒരു മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ പോലുള്ള ഇത്രയും വലിയ മൊബൈൽ ഫോണിൻ്റെ എന്തായാലും അതിലേക്ക് മൊബൈലിലേക്ക് വരുമ്പോൾ ഈ ഒരു ലേഔട്ടിലായിരിക്കും ഈ വെബ്സൈറ്റ് ഡിസ്പ്ലേ ചെയ്യുക. അതേസമയം PC-യിലും ഡെസ്ക്ടോപ്പിലൊക്കെ ആകുമ്പോൾ ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ഇതാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. പലർക്കും എന്താണെന്ന് കേട്ടിട്ടുണ്ടാകും, പക്ഷേ ഇത് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയൊരു വെബ് പേജ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ്, if a web page can adjust according to the screen size of displaying device, such pages are called responsive web pages. അത്തരം വെബ് പേജുകൾ വിളിക്കുന്ന പേരാണ് റെസ്പോൺസീവ് വെബ് പേജസ്. വാട്ട് ഈസ് CMS? ഗീവ് 2 എക്സാമ്പിൾസ്. എന്താണ് CMS? അതിന് 2 എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് CMS എന്താണെന്ന് നോക്കാം. CMS മീൻസ് കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. CMS stands for Content Management System. അതൊരു ഓൺലൈൻ സോഫ്റ്റ്വെയർ ആണ്. that allows us to create, edit and publish websites even without knowledge in HTML. HTML പോലും അറിയാതെ നമുക്ക് നല്ല വെബ് പേജുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ CMS സോഫ്റ്റ്വെയറിലൂടെ കിട്ടുന്നത്. CMS offers പ്രീ ഫോർമാറ്റഡ് ടെംപ്ലേറ്റ്സ്. നമുക്ക് നേരത്തെ തന്നെ ഫോർമാറ്റ് വെച്ച ടെംപ്ലേറ്റ് ഉണ്ടാവും ടു ഡെവലപ്പ് വെബ് പേജസ് ഈസിലി. ഓക്കെ, അപ്പോൾ CMSന് എക്സാമ്പിൾസ് ആണ്. 1 Drupal, 2 WordPress, 3 Joomla. നമുക്ക് ജൂംലയെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. CMS എന്നൊക്കെ നമ്മൾ പറയും, എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഓൾറെഡി ഒരു പേജ് ഉണ്ട്, ഞാൻ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാണ്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനമൊന്നുമല്ല, ഈ ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയൊരു അക്കൗണ്ടാണ് ജൂംലയിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എങ്ങനെയാണ് ഇത് വരുന്നതെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ലോഗിൻ ചെയ്യാൻ ഇത്തിരി സമയം എടുക്കുന്നുണ്ട്. ഞാനിതിലൊരു ടേബിൾ ഉണ്ടാക്കുന്നത് കാണിക്കാം. വളരെ എളുപ്പത്തിൽ ഒരു ടേബിൾ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാം. ആ ടേബിൾ ഞാൻ വരച്ചുണ്ടാക്കുകയാണ്. അതിൻ്റെ HTML കോഡ് ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിക്കോളും. ഓക്കെ, ഒരു ടേബിൾ ഞാൻ അതിനകത്ത് വരച്ചുണ്ടാക്കാൻ പോവാണ്. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ടേബിൾ എന്നിട്ടൊരു മെനു ഉണ്ട്. അതിനകത്ത് ടേബിളിൽ ഒരു 3 കോളവും 3 റോയും ഉള്ളൊരു ടേബിൾ ഞാൻ വരച്ചുണ്ടാക്കി. അതിൻ്റെ സൈസ് ഞാൻ ഇത്തിരി കൂട്ടുകയാണ്. സൈസ് കുറച്ച് കൂട്ടി കൊടുത്തു. ഓക്കെ,
ഇനി ഇതിൽ ടേബിൾ പ്രോപ്പർട്ടീസ് എന്നുള്ളതുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബോർഡറിൻ്റെ തിക്നെസ് ഞാൻ കൊടുത്തു 2. അലൈൻമെൻറ്റ് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. സെൻറ്റർ ഓക്കെ. വിഡ്ത്തും ഹൈറ്റൊക്കെ ഇവിടെ ഉണ്ട്. സെൽ സ്പേസിംഗ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ടേബിൾ വന്നു. ഇനി ഇതിനകത്തുള്ള കണ്ടൻറ്റിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യാൻ പോവാണ്. ക്ലാസ്. ഇതിന് മുമ്പത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊമേഴ്സ് 50, 60, ഹ്യൂമാനിറ്റീസ്. ഒരു വിഷ്വലി ഒരു ടേബിൾ കണ്ടുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യമാണ് വരുന്നത്. അത് ബോൾഡ് ആക്കണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ ബോൾഡ് ആവും. ഓരോ റോ ചെയ്യണം. അതുകൊണ്ടാണ് ഈ റോ ഈ പ്രത്യേകം സെൻറ്റർ ചെയ്യാം. അതുപോലെ ഈ റോ സെൻറ്റർ ചെയ്യാം. ഇനി ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതിനകത്ത് വ്യൂവിൽ പ്രിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്ത് നമുക്ക് ആ ടേബിൾ കണ്ടാവും. ഇതേപോലെയാണ് വെബ് പേജിൽ ഈ ടേബിൾ വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സോഴ്സ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കാണാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോഴ്സ് കോഡ് കണ്ടോ. ഈ പറയുന്ന ടേബിൾ ടാഗൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കേണ്ട സാധനമാണിത്. അത് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഈ വെബ് പേജ് ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ഈ ഒരു ജൂംല എന്ന് പറഞ്ഞ കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ഇതുപോലെ പലതും നമുക്ക് ഇതിനകത്ത് ഒരുപാട് ടൂൾസ് ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് എമംഗ് ദ ഫോളോവിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ് ആൻഡ് ജസ്റ്റിഫൈ. താഴെ പറയുന്ന ഗ്രൂപ്പിൽ പെടാത്ത ഏതാണ് അത് ജസ്റ്റിഫൈ ചെയ്യുക. ഡ്രൂപ്പാൽ, ജൂംല, ഫയൽസില്ല, വേർഡ് പ്രസ്. ഇതിനകത്ത് നമുക്കതിനെ അറിയാം. ഡ്രൂപ്പാൽ, ജൂംല, വേർഡ് പ്രസ് ഒക്കെ CMS സോഫ്റ്റ്വെയർസ് ആണ്. ഫയൽസില്ല എന്ന് പറയുന്നത് ഒരു FTP സോഫ്റ്റ്വെയർ ആണ്. ഫയൽസില്ല ഇറ്റ്സ് എൻ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ. ഓൾ അതേഴ്സ് ആർ CMS സോഫ്റ്റ്വെയർ. അതാണ് അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ.